Hi, welcome back to JM Learn Center. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള ചോദ്യങ്ങളടക്കം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. യെസ്, ഇവിടം വരെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത്. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. ഇതുവരെ നമ്മൾ പറഞ്ഞത് അഥവാ നമ്മുടെ ബോയ് ബനിയൻ ട്രീയിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് കണ്ടു? ഒരു കോബ്രയും മംഗൂസും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാനിടവരെയാണ്. ഇതുവരെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടെ നോക്കാം. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself, and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. ഈ പാരഗ്രാഫിൽ പറയുന്നത് ഈ ഫൈറ്റിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള കോബ്രയും മംഗൂസും അവരുടെ ആ ഒരു എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ, ഏപ്രിൽ മാസത്തിലൊരു വൈകുന്നേരമായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്. ഗ്രാൻഡ് ഫാദറിനെ അടക്കം എല്ലാവരെയും ആ ഒരു ചൂടുകാലത്ത് അവരെല്ലാവരും വീടിനുള്ളിൽ അഭയം തേടുന്ന ഒരു സമയമായിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കൊരു ഉറക്കം, ഒരു മയക്കം വരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തീരുമാനിച്ചു, ആ വീടിന് പിന്നിലുള്ള കുളത്തിൽ പോയിട്ടൊന്ന് നീന്തിയാലോ എന്ന് ചിന്തിക്കുന്ന ആ സമയത്താണ് എന്ത് കണ്ടത്? വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അവിടെ ക്ലംബ് ഓഫ് കാക്ടസ് മീൻസ് ഒരു മുൾച്ചെടികളുടെ ഒരു കൂട്ടം. അതിനുള്ളിൽ നിന്നും ഒരു ബ്ലാക്ക് കോബ്ര, ഒരു കറുത്തൊരു മൂർഖൻ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത് ആ സമയത്താണ് ഞാൻ കണ്ടത്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, ഇതേ സമയത്ത് തന്നെ എന്തുകൂടെ സംഭവിച്ചു? ഒരു കീരി, മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി, ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ. ഇത് ബ്രാക്കറ്റിൽ വന്നിട്ട് എന്താ, ഈ കീരിയെ നമ്മുടെ ബോയ് മുമ്പും കാണാറുണ്ടായിരുന്നു. At the same time, a mongoose emerged from the bushes and went straight for the cobra. ഇതേ സമയത്ത് തന്നെ ബുഷസിൻ്റെ ഇടയിൽ, ആ ചെറിയ പുൽപ്പടർപ്പുകൾക്കിടയിൽ നിന്നും ആര് വന്നു? ഒരു കീരിയും ഈ പാമ്പിന് നേരെ വന്നു. In a clearing beneath the tree, in bright sunshine, they came face to face. ആ നല്ല തെളിഞ്ഞ ആ ഒരു സൂര്യപ്രകാശത്തിൽ എന്ത് കണ്ടു? ഈ ആൽമരത്തിന് നേരെ താഴെയായിട്ട് ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നിന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. But the cobra was a skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. ഇവിടെ പറയുന്നത് ഇവരെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet ലോങ് വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. ഈ മംഗൂസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഗ്രേ മംഗൂസ്, ആ ചാടി നിറത്തുള്ള ആ ഒരു കീരി, അതെന്താണ്, 3 അടി നീളമുണ്ട്. അവനൊരു സൂപ്പർ ഫൈറ്ററാണ്. ആൻഡ് ആൾസോ ബുദ്ധിമാനും എന്തുകൂടിയാണ്, നല്ലൊരു ആക്രമണകാരിയുമായിട്ടുള്ളൊരു കീരി കൂടിയാണ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. നമ്മുടെ കോബ്രയും നമ്മുടെ പാമ്പും ആരല്ല, മോശക്കാരനല്ല, അവനും എന്താണ്, നല്ലൊരു പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഫൈറ്ററാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവന് വളരെ അതിവേഗം മൂവ് ചെയ്യാനും പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? പ്രകാശത്തിൻ്റെ വേഗത്തിൽ അവന് കൊത്താനും സാധിക്കും. ആൻഡ് വേറെ ഒന്നും കൂടെ ഉണ്ട്, എന്ത്? ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അവൻ്റെ ആ ഒരു എന്താ പറയുക, പല്ലുകൾക്കിടയിൽ, ആ ഷാർപ്പ് ആയിട്ടുള്ള ആ ഒരു കൂർത്ത പല്ലുകൾക്കിടയിൽ എന്തുണ്ട്?
നല്ല ഡെഡ്ലി വെനം, അതിമാരകമായ വിഷമുണ്ട്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് കണ്ടപ്പോൾ, ഈ ഒരു സീന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്തായിരിക്കും, ഇതൊരു ചാമ്പ്യൻസ് തമ്മിലുള്ളൊരു യുദ്ധമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail, the long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ആ ഒരുക്കാണ് പറയുന്നത്, ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരുക്കാണ് ഇവിടെ പറയുന്നത്. ഹിസിംഗ് ഡീഫിയൻസ്, ഹിസ് ഫോക്ഡ് ടങ് ഡാർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്, ദ കോബ്ര റേസ്ഡ് 3 of his 6 feet off the ground and spread his broad spectacled hood. ആ ഒരു എതിർപ്പ്, ഒരു ആക്രമണം തുടങ്ങാൻ എന്ന രീതിയിൽ എന്ത് ചെയ്തു, നമ്മുടെ പാമ്പ് അവൻ്റെ 6 അടി നീളമുള്ള ആ ശരീരത്തിൽ നിന്ന് 3 അടിയോളം പൊങ്ങിയിട്ട് തൻ്റെ ആ ഒരു നന്നായിട്ട് പരന്ന പത്തി വിടർത്തി ഇങ്ങനെ നിന്നു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസ് എന്ത് ചെയ്തു, അവൻ്റെ ആ വാലൊക്കെ ഒന്ന് പരത്തി വെച്ച്, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്, അവൻ്റെ മുതുകിലുള്ള ആ ഒരു നീളമുള്ള ഹെയർ, രോമം അങ്ങനെ എണീറ്റ് ഉയർന്നു നിന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ്, എന്താണെന്ന് വെച്ചാൽ മുമ്പ് കാലത്ത് എന്തായിരുന്നു, ആ തിക്നെസ്, ആ ഒരു ഹെയറിൻ്റെ തിക്നെസ് കാരണം അവന് മറ്റുള്ള കടികളൊന്നും ഏൽക്കാതെ പോയിരുന്നു, അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. യെസ്, though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and the other a jungle crow, not the willy urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. ഞാൻ ആ ആൽമരത്തിൽ ഇരിക്കുന്ന കാര്യം ആർക്കറിയില്ലായിരുന്നോ? ഇവർക്ക് കോമ്പറ്റൻസ് മീൻസ് ഇവിടെ നമ്മുടെ കോബ്ര ആൻഡ് മംഗൂസ്, ഇവർക്ക് അറിയില്ലായിരുന്നുവെങ്കിലും അവർ ആരുടെ പ്രസൻസ്, ആരുടെ സാന്നിധ്യം അവരറിഞ്ഞു. വേറെ 2 കാണികളുടെ സാന്നിധ്യം അവർ അറിഞ്ഞു. അത് ആരൊക്കെയായിരുന്നു? വൺ വാസ് എ മൈന, ഒന്നൊരു മൈനയായിരുന്നു. ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ, മറ്റൊന്നൊരു കാട്ടുകാക്ക, കാട്ടിലൊക്കെ കാണുന്ന ഒരു തരം സൂത്രശാലിയായ കാക്ക. They had seen these preparations for battle and had settled on the cactus to watch the outcome. അവരെന്ത് ചെയ്തു, ഈ ഒരു യുദ്ധത്തിനുള്ള ഈ ഒരു തയ്യാറെടുപ്പുകളൊക്കെ കണ്ടിട്ട് അവർ ആ കാക്ടസ് പ്ലാൻ, നേരത്തെ പറഞ്ഞില്ല ആ ഒരു മുൾച്ചെടി, അതിൽ ഇരിപ്പുറപ്പിച്ചു. Had they been content only to watch, all would have been well with both of them. അവർ ഇത് ഈ ഒരു കാഴ്ച കണ്ടിരിക്കാൻ മാത്രമാണ് താല്പര്യപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ ഈ കാഴ്ച കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, അവർക്ക് നല്ലതാവുമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവരെന്തൊക്കെയാ ചെയ്തു, എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. നമ്മുടെ കോബ്ര എന്ത് ചെയ്തു, അതിങ്ങനെ ആക്രമിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ മെല്ലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞ് നമ്മുടെ മംഗൂസിനെ എന്താ പറയുക, അവനൊരു ഫാൾസ് മൂവ്, അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ, അവൻ്റെ ആ ഒരു ഫസ്റ്റ് മൂവ് തെറ്റിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം. പക്ഷേ കീരിക്ക്, നമ്മുടെ മംഗൂസിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു നമ്മുടെ ആ എതിരാളിയുടെ ആ കണ്ണുകളിലെ ആ ഒരു ആക്രമണോത്സുകത നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് നോക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. പകരം നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തു, കീരി കോബ്രയുടെ പത്തിയിൽ നോട്ടമുറപ്പിച്ച് ആക്രമണം ആരംഭിച്ചു. Moving forward quickly until he was just within the cobra's reach, he made a feint to one side.
Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. എങ്ങനെയാണ് ഈ ഒരു ബാറ്റിൽ ഈ ഒരു ഫൈറ്റ് എങ്ങനെയാണ് തുടങ്ങിയത്? മൂവിങ് ഫോർവേഡ് ക്വിക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. മുന്നിലേക്ക് കോബ്രയുടെ അടുത്തേക്ക് എത്തിയില്ല എന്നുള്ള രീതിയിലാണ്ട് മുന്നിലേക്ക് വന്നിട്ട് ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്, പെട്ടെന്ന് സൈഡിലേക്കൊരു മാറുന്ന പോലെ കാണിച്ചു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രൈക്ക്, അതേസമയം നമ്മുടെ കോബ്ര കൊത്തുകയും ചെയ്തു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. അവൻ്റെ ആ വലിയ പത്തി പെട്ടെന്ന് താഴ്ന്നപ്പോൾ എനിക്ക് തോന്നി മംഗൂസിന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷെ എന്ത് സംഭവിച്ചിരുന്നു? മംഗൂസ്, സൂത്രശാലിയായ കീരി, പെട്ടെന്നൊരു സൈഡിലേക്ക് ജമ്പ് ചെയ്തിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിംഗ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. പെട്ടെന്ന് തന്നെ സ്പീഡിൽ വന്നിട്ട് സ്നേക്കിൻ്റെ പുറം ഭാഗത്ത് കടിക്കുകയും പെട്ടെന്ന് തന്നെ കുറച്ചപ്പുറത്തേക്ക് മാറുകയും ചെയ്തു. ഇതായിരുന്നു ഫസ്റ്റ് മൂവ്മെൻറ്റ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു കാഴ്ച കാണുന്നുണ്ടോ? ലെറ്റ്സ് സീ മൈന, ക്രോ, മംഗൂസ്, കോബ്ര ആൻഡ് ദ ബോയ്. ഇത്രയും ഈ 5 പേരെ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ? കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് നമ്മുടെ സ്പെക്ടേറ്റേഴ്സായിട്ട് ഇവർ കോബ്രക്കും മംഗൂസിനും അറിയുന്ന 2 പേര് ആരൊക്കെയായിരുന്നു? മൈനയും ക്രോയും. പിന്നെ ഇവരറിയാത്ത ബോയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലേ? ഈ 5 പേരെ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാവുന്നതാണ്. ലെറ്റ്സ് കണ്ടിന്യൂ. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. ആ ഒരു കോബ്ര കൊത്തിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ നമ്മുടെ ക്രോയും മൈനയും എന്ത് ചെയ്തു? അവർ ആ ഇരിക്കുന്നിടത്തു നിന്നും ഒന്നങ്ങ് പറന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അവർ ആ ഒരു എയറിൽ കൂട്ടിയിടിക്കാണ് ഉണ്ടായത്. 2 പേരും പെട്ടെന്ന് 2 പേരും പറഞ്ഞപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചു. ഒരു ഉറക്കെ കരഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, ആ ഒരു മുൾച്ചെടിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. കോബ്രയുടെ പുറത്തു നിന്നും കുറച്ച് തുള്ളി ചോര പൊടിഞ്ഞു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. വീണ്ടും കോബ്ര കൊത്തുന്നു, അതും മിസ്സാവുന്നു. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ്. വീണ്ടും കീരി എന്ത് ചെയ്യുന്നു? ചാടിയിട്ട് സൈഡിലേക്ക് മാറിയിട്ട് ചാടുന്നു. നേരത്തെ സംഭവിച്ച ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ കോബ്രയെ കടിക്കുന്നു. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ്. ഇതേ സമയം വീണ്ടും നമ്മുടെ ബേർഡ്സ് മൈന ആൻഡ് ക്രോ അവരെന്ത് ചെയ്യുന്നു? അവർ വായുവിലൂടെ പറക്കുന്നു. അവർ തമ്മിൽ അത് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? അവർ കൂട്ടിയിടിക്കുന്നു. ആൻഡ് റിട്ടേൺ ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്. വീണ്ടും അവർ ആ കാക്ടസ് പ്ലാന്റിന്റെ സേഫ്റ്റിയിലേക്ക് മാറുന്നു. ദ തേർഡ് റൗണ്ട്, ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ്, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in midair and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞു, തേർഡ് റൗണ്ടും ഇതേപോലെ തന്നെ ഫോളോ ചെയ്തു എന്നാണ് പറയുന്നത്. തേർഡ് റൗണ്ട് ഫോളോ ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ്, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. അത് ഫസ്റ്റിനെ പോലെ തന്നെ കഴിഞ്ഞു, പക്ഷേ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു, ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ്, ചെറിയൊരു നാടകീയമായൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ക്രോ ആൻഡ് ദ മൈന, നമ്മുടെ 2 സ്പെക്ടേറ്റേഴ്സ്, 2 കാണികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻ ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. നേരത്തെ പോലെ തന്നെ
അവർ ഈ കൊത്തുന്ന സമയത്ത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, അവരുടെ ആ ഫൈറ്റിൽ ഒന്ന് പങ്കെടുക്കാൻ ഇവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോബ്രയുടെയും മംഗൂസിന് നേരെ താഴ്ന്ന് പറക്കുന്ന സമയത്ത് മൈനക്ക് എന്ത് സംഭവിച്ചു? ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച് ഡിസ്പേഴ്സ്. മൈന പറന്നു വന്നിട്ട് അതിന്റെ ആ പെർച്ച് മീൻസ് പക്ഷിയിലിരിക്കുന്ന ആ നേരത്തെ അവർ ഇരുന്നിരുന്ന എവിടെയായിരുന്നു? കാക്ടസ് പ്ലാന്റിൽ അല്ലെ. ആ കാക്ടസ് പ്ലാന്റിലേക്ക് തിരിച്ചെത്തുകയും ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. ക്രോ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പകുതി എത്തിയപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ തിരിച്ച് ഇങ്ങോട്ട് ബാക്കിലേക്ക് പറക്കാൻ വേണ്ടി തീരുമാനിച്ച ആ സമയത്ത് ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ഇത് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. കോബ്ര ആ ദേഷ്യം മുഴുവൻ ആരുടെ നേർക്ക് പ്രയോഗിച്ചു? ക്രോയുടെ നേർക്ക് ഒരു ആഞ്ഞൊരൊറ്റ കൊത്ത്. ഹിസ് സ്നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. അത് ക്രോസ് ബോഡിയിൽ നന്നായിട്ടൊരു കൊത്തി. ഓക്കെ. I saw the bird flung nearly 20 feet across the garden, where, after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. I saw the bird. Now I saw നമ്മുടെ ബോയ് കാണുകയാണ്. I saw the bird flung nearly 20 feet across the garden. I saw the bird flung nearly 20 feet across the garden. നമ്മുടെ ബോയ് കാണുകയാണ് ഈ ഒരു ബേർഡ്, നമ്മുടെ ക്രോ ഏകദേശം 20 അടിയോളം അകലെ പോയി തെറിച്ചു വീണു. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ, ഒന്നൊന്ന് പിടഞ്ഞിട്ട് ഇറ്റ് ലേ സ്റ്റിൽ, അത് അനങ്ങാതെ കിടന്നതുവാ തീർന്നു പോയി. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. മൈന അവിടെ കാക്ടസ് പ്ലാന്റ് ആ മുൾച്ചെടിയിൽ തന്നെ നിലനിന്നു. വെരി വൈസ്ലി റിഫ്രൈൻഡ് ഫ്രം ഇന്റർഫിയറിംഗ് അഗെയിൻ. അവൻ എന്ത് തീരുമാനിച്ചു? ഇനി ഇതിൽ ഇടപെടണ്ട എന്ന് തീരുമാനിച്ചു. അത് ഇടപെടുന്നതിൽ നിന്നും അവനെ പിന്മാറി. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its squirring length and, gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. Yes, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കോബ്ര വീക്കായിട്ട് അവസാനം അത് എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റിൽ തോറ്റു പോകുന്നത് എന്നാണ്. മംഗൂസിന് ഇതുവരെ കടിയേറ്റിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കോബ്രയുടെ ഓരോ കൊത്തും ഓരോ സ്ട്രക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഒക്കെ മിസ്സായി പോവുകയാണ് ചെയ്തത്. അതൊന്നും കീരിയുടെ മേൽ പതിച്ചിട്ടില്ല. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്ര ആകെ ഇങ്ങനെ ക്ഷീണിച്ച് വരികയായിരുന്നു. വാക്കിംഗ്, അപ്പോൾ എന്ത് ചെയ്തു? മംഗൂസ് എന്ത് ചെയ്തു? വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. എന്ത് ചെയ്തു? മെല്ലെ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് സ്നേക്കിനെ, ആ പാമ്പിനെ എന്ത് ചെയ്തു? ഒരൊറ്റ കടിയിൽ എടുത്തു. ദ കോബ്ര റീത്ത്ഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കോബ്ര ഒരു പേടിപ്പെടുത്തുന്ന രീതി നന്നായിട്ടൊന്ന് പെടഞ്ഞു. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്, ബട്ട് ഓൾ ടു നോ അവെയിൽ. അത് എന്തുകൂടെ ചെയ്യാൻ ശ്രമിച്ചു? മംഗൂസിനെ ഒന്ന് ചുറ്റി വരിയാൻ വേണ്ടി ശ്രമിച്ചതും പക്ഷെ അതൊന്നും നടപ്പിലായില്ല. കാരണം അത്രയും വീക്കായിരുന്നു ആ സമയത്ത് പാമ്പ്. The little fellow hung grimly on until the snake had ceased to struggle. അത് കീരിയെ അതിനെ തൂക്കി പിടിച്ചെന്ത് ചെയ്തു? He then smelt along its squirring length and, gripping it round the hood, dragged it into the bushes. ആ ഒരു പിഴച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാമ്പിനെ അതിനെന്ത് ചെയ്തു? ആ ബുഷസിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. The myna dropped cautiously to the ground. മൈന എവിടെയായിരുന്നു ഇരുന്നിരുന്നത്? യെസ്, കാക്ടസ് പ്ലാന്റിൽ. അവിടെ നിന്നും ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, വളരെയധികം ശ്രദ്ധിച്ച് ആ ഗ്രൗണ്ടിലേക്ക്, നിലത്തേക്ക് ഇറങ്ങി. ഹോപ്ഡ് അബൌട്ട്, പീഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. മെല്ലെ നമ്മുടെ കീരിയെ പിന്തുടർന്ന് എന്ത് ചെയ്തു? ആ ഒരു ബുഷസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറെ സമയം നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഫ്രം എ സേഫ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്, ഒരു അകലം പാലിച്ചുകൊണ്ട്. ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാറ്റുലേഷൻ ഫ്ലൂ അവേ. പിന്നെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്തു? ഒരു കരച്ചിൽ കരഞ്ഞിട്ട് ഇറ്റ് ഫ്ലൂ അവേ, അത് പറന്നുപോയി. ഇതായിരുന്നു നമ്മുടെ കോബ്രയും
മംഗൂസ് തമ്മിലുള്ള ആ ഫൈറ്റും അതിൻ്റെ എൻഡിങ്ങും. ഓക്കെ, ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ബോയ് ആൽമരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാണുന്നുണ്ട്. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവും റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.